നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവും ഫ്രാൻസ് സന്ദർശനവും ഒക്കെ തന്നെ ആഗോളതലത്തിൽ മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ അതൊരു ആഘോഷമാക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും പ്രധാനിയായ, ഏറ്റവും മഹാനായ ലോക നേതാവിനുള്ള സ്വീകരണമാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ നൽകുന്നത്. യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസും അമേരിക്കയും ഒക്കെ തന്നെ നൽകുന്നത്. അവിടെ പോയി ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായിട്ടാണ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത്. പല വിഷയങ്ങളും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ആഗോള ഭീകരവാദ നിർമ്മാർജ്ജനം, ഇസ്രായേൽ പ്രശ്നം, ഇസ്രായേൽ ഹമാസ് യുദ്ധമടക്കം, യുക്രൈൻ റഷ്യ യുദ്ധമടക്കം എല്ലാം ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ പറ്റി ലോക നേതാക്കൾ പറഞ്ഞതിനെക്കുറിച്ച്, ചെറിയ കോട്ടുകൾ പറഞ്ഞതിനെക്കുറിച്ചൊരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ലോകം അംഗീകരിക്കുന്നു, ലോകമങ്ങേ നമിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അത്രയും പ്രാധാന്യത്തോടെ ഭാരതത്തിന്റെ യശസ് ഇത്രയധികം ഉയർത്തിയ മറ്റൊരു ഭരണാധികാരി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയുമില്ല. ഇനിയിപ്പോൾ ആര് ഭരിച്ചാലും അത്രയും പ്രാധാന്യത്തോടെയാണ് അതിനെ കാണുന്നത്. മാത്രമല്ല, ഒരുപാട് രഹസ്യ ചർച്ചകളും രഹസ്യ കൂടിക്കാഴ്ചകളും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ആളുകളുമായി നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഉഭയകക്ഷി പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചുകൊണ്ട്, അതായത് ഇവിടെ കുറ്റവാളികളായ ആളുകൾ, സ്വന്തം ചെലവിലാണ് അമേരിക്ക അവരെ ഇങ്ങോട്ട് അയച്ചത്. കുറ്റവാളികളായ ആളുകളെ കയ്യാമം വെക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ അനധികൃതമായി താമസിക്കുന്നവൻ കുറ്റവാളിയാണ്. അത് ഇന്ത്യക്കാരനായാലും ശരി, ഗ്വാട്ടിമാലക്കാരനായാലും ശരി, ശ്രീലങ്കക്കാരനായാലും ശരി, പാകിസ്ഥാൻകാരനായാലും ശരി, അവരെ കൈവിലങ്ങ് വെക്കുക എന്നത് അവിടുത്തെ നിയമ സംവിധാനമാണ്. അവരെ സ്വന്തം ചെലവിൽ ഇവിടെ കൊണ്ട് അമൃത്സറിൽ ഇറക്കിയില്ലേ. അപ്പം ഇന്ത്യയുടെ വിരോധമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. അവിടുത്തെ ജയിലിലൊന്ന് പിടിച്ചിട്ടാൽ പോലെ വെക്കേണ്ടി വന്നെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കും അമേരിക്ക അങ്ങനെ ചെയ്തത്. അത് വെറുതെ തമാശ രൂപേണ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. അവരുടെ മേധാവി തുളസി ഗബ്ബാർഡ്, അവർ ഇന്ത്യൻ വംശജ കൂടിയാണ്. സ്ത്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ വംശജയായ ഗബ്ബാർഡുമായുള്ള തന്റെ മുൻകാല ഇടപെടലുകൾ പ്രധാനമന്ത്രി സ്നേഹപൂർവ്വം അനുസ്മരിച്ചു. ഉഭയകക്ഷി രഹസ്യാന്വേഷണ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ നടന്നത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പ്രത്യേകിച്ച് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ, ഉയർന്നുവരുന്ന ഭീഷണികൾ, തന്ത്രപരമായ ഇന്റലിജൻസ് പങ്കിടൽ എന്നിവയിൽ സുരക്ഷിതവും സുസ്ഥിരവും നിയമാധിഷ്ഠിതവുമായ അന്താരാഷ്ട്ര ക്രമത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് പരസ്പര താൽപര്യത്തിന്റെ പ്രാദേശികവും ആഗോളവുമായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടൺ DC-യിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ഒപ്പം തന്നെയാണ് ഈ തുളസി ഗബ്ബാർഡുമായുള്ള കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നടത്തിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി. അപ്പം തീർച്ചയായിട്ടും ഈ ഏജൻസിയുമായി, ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുണ്ട് റോയും IB, റോയാണ് പ്രധാനമായിട്ടുള്ളത്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അപ്പം ഇന്ത്യയുമായി പല കാര്യങ്ങളും, അജിത് ഡോവൽ കൂടെയുണ്ട്, ഇന്ത്യയുമായി പല കാര്യങ്ങളും അമേരിക്ക രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ ചർച്ചകൾ നടത്തുന്നു. പല കാര്യങ്ങളിലും നീക്കുപോക്കുകൾ, ലോക സമാധാനവുമായി ബന്ധപ്പെട്ട്, ഇനി ലോകത്തുണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട്, ഇനിയിപ്പോൾ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ, മറ്റു പല രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് കൂടിയാണ് ഈ ചർച്ച എന്നാണ് പ്രാഥമികമായി നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ഒന്നും നോക്കി മുക്കറയിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണ് എന്നുള്ളത് ഇന്ത്യക്കാർക്കും ലോകത്തിന് മുഴുവൻ അറിയാം. നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചാലോ, നിങ്ങൾ താറടിക്കാൻ ശ്രമിച്ചാലോ, നിങ്ങൾ പിടിച്ചു വലിച്ച് താഴിടാൻ ശ്രമിച്ചാലോ ഒന്നും താഴെ പോകുന്ന ഒരു രാജ്യമല്ല ഭാരതം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ധൈര്യവാനായ, സുസ്ഥിരമായ മനസ്സുള്ള, അതിശക്തമായ ആ ഒരു മനക്കെട്ടിയുള്ള, കാര്യങ്ങൾ നീക്കുപോക്കാക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. അത് ലോകത്തിന് മുഴുവൻ അറിയാം. ലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയും ഫ്രാൻസും തുടങ്ങിയ രാജ്യങ്ങൾ അംഗീകരിക്കുന്നു. ഇപ്പോൾ തുളസി ഗബ്ബാർഡുമായുള്ള ചർച്ചയിൽ ഒരുപാട് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു കാണും. ഇസ്രായേൽ പലസ്തീൻ വിഷയം ചർച്ച ചെയ്ത് കാണും. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം, പാകിസ്ഥാനുമായുള്ള ബന്ധം, ഇനി ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം, മറ്റു പല രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം, റഷ്യയുമായിട്ടുള്ള ബന്ധം, ഇനി അമേരിക്ക റഷ്യ പ്രതിസന്ധി, ഇതൊക്കെ തന്നെ ചർച്ചയായി കാണും. ലോകം ഒന്നായിട്ട് ഇന്ത്യയുടെ ഒരു കുടക്കീഴിലേക്ക് വരുന്ന ഒരു അവസരത്തിൽ ലോകത്തെ സകല രാജ്യങ്ങളുമായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴും ഇടപെടലുകൾ നടത്താറുള്ളത് കൊണ്ടും ലോകത്തെ സുരക്ഷയെ സംബന്ധിച്ച്, ലോകത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ചർച്ചകൾ നടത്തി കാണും, പരസ്പരമുള്ള ധാരണകൾ ഉണ്ടാക്കി കാണും. എന്തായാലും ഇനിയും ഇവിടെ ഇരുന്ന് ചൊറിയുന്നവർക്ക് നമുക്കൊന്നും പറയാനില്ല, അവരോടൊന്നും നമുക്ക് പറയാനില്ല. ഇതിനെ എതിർക്കുന്നവർക്ക്, ചൊറിയുന്നവർക്കൊന്നും പറയാനില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അതിസൂക്ഷ്മമായ ഒരു രഹസ്യ ബന്ധം തന്നെ ആയിരിക്കാം അത്, അതിന്റെ തുടക്കമായിരിക്കാം അത്. പല ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകാം, അജിത് ഡോവൽ പങ്കെടുത്തിട്ടുണ്ടാകാം. എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്കറിയില്ല, നമുക്കത് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. എന്തായാലും ഇന്ത്യക്ക് വളരെ പോസിറ്റീവായ, ലോകത്തിന് തന്നെ വളരെ പോസിറ്റീവായ രഹസ്യ സ്വഭാവമുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ്
ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.